നിവിൻ പോളി അൽഫോൺസ് പുത്രൻ പടം ഇറങ്ങാൻ പോകുന്നത്. ഇന്നിപ്പോഴാണ് അതിന്റെ ഒരു പോസ്റ്റർ കണ്ടത്. സംഭവം ഇത് ഇറങ്ങുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, ലൈക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ അറിഞ്ഞിട്ടില്ല. നോക്കി നോക്കട്ടെ എന്താണ് സംഭവം. പ്രതീക്ഷയുണ്ട്, പക്ഷേ അതൊക്കെ ഓക്കെ, നോക്കട്ടെ. വിജയം എന്നാണ് പേര്. കല്യാൺ ജൂലേഴ്സ് NB50, നിവിൻ പോളിയുടെ 50ാമത്തെ പടം. മ്യൂസിക് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പുള്ളിക്ക് നല്ല ചേഞ്ച് ഉണ്ടല്ലേ. മുന്നേക്ക് അപേക്ഷിച്ച് പുള്ളി ഇപ്പൊ കൂടെ ഒരു ഗ്ലോ ആയതൊക്കെ പോലെ ഒരു ഇത്തിരി രസം വെച്ച്. സിനിമയിലെ സീനൊന്നും അല്ലായിരിക്കും ഇത്, ഇതിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ സീനാന്ന് തോന്നുന്നു. ആളെ കാണിക്കുന്നു ഇത്ര ലേറ്റ്. ഫിലക്സ് എടേ മറ്റേ സെൽഫ് നോക്ക്, പ്രേമത്തിന്റെ തുടക്കത്തില് ഇങ്ങനെ ടൈറ്റിലൊക്കെ കാണിക്കൂലേ, അതാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. അതാ വരണ. ആരേ നിൻമൂള എന്നെയാണ്, അതാ വേറെ ആരെങ്കിലും ആണോ? ഇത്തിരി മെലിഞ്ഞിരിക്കുന്നു. അങ്ങേര് നടത്തം അങ്ങേർക്ക് മാത്രമേ ഇങ്ങനെ എന്തെങ്കിലും സാധനം കുനിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഒരു കാലം നിലനിർത്തി ഒരു കാലം ബെൻഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. പക്ഷെ മെലിഞ്ഞിരിക്കുന്നു. എഡിറ്റർ എല്ലാം അങ്ങേരാ. അങ്ങനെ നിന്നെ ഞാൻ കൊറേ നാളായി തപ്പിയടക്കുന്നു. ഇവിടെ നല്ല മെലിഞ്ഞ എന്റെ ദൈവം, പുള്ളി മറ്റേ മലബാരി ലുക്ക്. ഇവിടെ വിളിച്ചിരിക്കുന്നല്ലേ, എന്താ പരിപാടി? ഞാനിവിടെ മറ്റേ തുമ്പി ആ സീൻ നോക്കിയൊക്കെ നിവിൻ പോളി എന്നെ ആ ഫ്രെയിമിൽ നിവിൻ പോളി എന്നെ ചിരിക്കുക. ജസ്റ്റ് നിങ്ങളത് റിവ്യൂ അടിച്ചു നോക്കിയൊക്കെ. കുഴിയാനത്തെ സാധനമൊക്കെ ഫോട്ടോ എടുത്ത് ഇരിക്കായിരുന്നു. എന്റെ ഓർമ്മ തുമ്പി എടുത്ത് മതിയായില്ലേ? നീ എന്താ ഇവിടെ? റൈഡർ മനസ്സിലായില്ല? അതാണ് എന്നിട്ട് പ്രശ്നം.
ഏ BGM അൽഫോൺസ് പുത്രൻ പടം കുഴപ്പമില്ല, ഓക്കെ, പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാലേ, പുള്ളിയുടെ ഡയറക്ടർ, സ്റ്റോറി, എഡിറ്റിംഗ് എല്ലാം ഓക്കെ. പുള്ളി ആദ്യത്തെ പടങ്ങളൊക്കെ നോക്കും, പ്രേമൊക്കെ നൈസാ. പക്ഷെ ഗോൾഡ് നമ്മൾ കണ്ടാണ്, ആ പ്രേമത്തിന്റെ സെയിം എഡിറ്റിംഗ് പരിപാടിയൊക്കെയാണ് ഇതിലോട്ട് വന്നത്. ആക്ച്വലി വി ഡോണ്ട് നീഡ്. കാലം മാറി, അത് വേറൊരു കേസ്. ഗോൾഡിലൊക്കെ വരുമ്പോഴത്തേക്കും ഫ്രെയിമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ലൈക് ഒരു സീരിയൽ ഫ്രെയിംസ് ഒക്കെ തന്നെയാണ്. അതില് കുറെ കളേഴ്സും കാര്യങ്ങളും, ഒരു കിടിലും നല്ല സിനിമോറ്റോഗ്രാഫി ഒന്നുമില്ല. ഒരു വീണ്ടും ആ ഒരു പ്രേമത്തിന്റെ അതേ എഡിറ്റിംഗ് പാറ്റേൺ ഒക്കെ കൊണ്ട് അങ്ങ് പോയി. പ്രേമം വേറൊരു സാധനം, അതൊരു ഒണ്ടൈൻ സാധനം, അതായത് ഒരിക്കൽ മാത്രം ഇറങ്ങുന്ന ഒരു സാധനം. അതേ എഡിറ്റിംഗ് ഒന്നും ഇനി നടക്കില്ല, ആ പഴയ മറ്റേ ടിക്ടോക്ക് എഡിറ്റിംഗ് ഒന്നും ഇനി നടക്കില്ല. ഇപ്പൊ ഇത് കണ്ടപ്പോഴും ക്യാമറ പരിപാടിയൊന്നും വലിയ സുഖം തോന്നിയൊന്നുമില്ല. പിന്നെ ഇവരുടെ ഒരു കോംബോ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ് ഫീൽ ഇല്ലേ, അതല്ലാണ്ട് വലിയ ലൈറ്റപ്പോ സിനിമാറ്റോഗ്രഫി ഒന്നും വലിയ സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ പുള്ളിയുടെ ഇടയ്ക്ക് സ്ലോമോ സാധനം പുള്ളിക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇട്ട്, അതൊരു പ്രശ്നമാണ്. ഇപ്പൊ ഒരു എഫക്റ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി. ഞാൻ ഒരു കാണിച്ചു തരാം. അതൊക്കെ മറ്റേ ടിക്ടോക്ക് ആണ്, ക്യാപ് കട്ടിൽ പറ്റുള്ള മറ്റേ എഫക്റ്റുകളൊക്കെ അല്ലേ, അങ്ങനെ കുറെ ആയിട്ട് വരല്ലേ. എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഒരു പേടി. കോംബോ അടിപൊളിയാ, പക്ഷേ ഈ ഒരു എഡിറ്റിംഗ് അറിയില്ല. പ്രേമല്ല ഇതില്, അങ്ങനത്തെ എഡിറ്റിംഗ് ഒന്നും വേണ്ട. വേറെ രീതിയിൽ പിടിക്കുക. ആൾക്കാര് ഒരു പ്രേക്ഷകരൊക്കെ ചിന്തയൊക്കെ ഒരുപാട് മാറിപ്പോയി. എന്തായാലും കൊള്ളാം, വരട്ടെ, നോക്കട്ടെ. ഈ ഓലക്കൂടൊന്നും അതിൻ്റെ ഇടയിൽ വേണ്ടായിരുന്നു. ആ ഷോട്ടിന്റെ ബാക്കിൽ ഓല കൂടെ വന്നത് എന്തിനാണ്? അങ്ങനെ ഒരു സാധനമേ അവിടെ വേണ്ട. എന്തിനാണ് അത്? ഭയങ്കര ഡിസ്ട്രക്ഷൻ ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക്? അതില്ലാണ്ട് എടുത്താലും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. സ്കൈ മാത്രം വെച്ചെടുത്താൽ മതിയായിരുന്നു. എന്താ കുറെ ലൈൻ കമ്പിയും അതും ഇതും ഒക്കെ ആയിട്ട് ആ ഷോട്ടിന്റെ ഭംഗി തന്നെ അങ്ങ് പോയി മൊത്തത്തിലല്ലേ. ഒരു സുഖമില്ല. ഫിനിഷിങ് ഷോട്ടായിരുന്നു. ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു ബീറ്റ് എന്നുള്ളൂ, അല്ലാണ്ട് ഒരു ഹെവി സാധനം ഒന്നുമില്ല. നോക്കാം. താങ്ക് യു.